ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ചക്ക വെച്ചിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേൾക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചക്ക പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇത് വരിക്ക ചക്കയാണ് കേട്ടോ. ഇത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അത്യാവശ്യം മധുരമുള്ള ചക്കയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചക്ക എടുക്കുക കേട്ടോ. ചക്ക കൂടുന്തോറും ടേസ്റ്റ് കൂടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് പുഡിങ്ങിന് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1 കപ്പ് പാല് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 300 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചക്കയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാല് ചൂടാവാൻ വെയിറ്റ് ചെയ്യേണ്ട, ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടില്ലാണ്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജലാറ്റിനും ഉപയോഗിക്കട്ടെ ചൈന ഗ്രാസിന് പകരം. ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചറും ചൈന ഗ്രാസും ചൂട് വേണം, എങ്കിലും നമ്മുടെ പുഡിങ് സെറ്റായി വരും. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് പുഡിങ്ങിൻ്റെ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടും നല്ല ചൂട് വേണം കേട്ടോ, എങ്കിലും നമ്മൾ പുഡിങ് ഉറച്ച് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൈന ഗ്രാസ് നന്നായിട്ട് കട്ടില്ലാണ്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചറിൻ്റെ കളർ കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല ഭംഗിയാണ് കാണാനും. ഇനി നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഒരു 5 മിനിറ്റ്. നമ്മൾ മേലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട്. അപ്പോൾ അതൊന്നും അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേൾക്കാൻ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.